പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സാന്ദ്ര തോമസിനെതിരെ പരിഹാസവുമായി നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ രംഗത്തെത്തി. രണ്ടാമത് വന്നപ്പോൾ പർദ്ദ കിട്ടിയില്ലേ എന്നാണ് പരിഹാസം. പ്രതികരിക്കാതിരുന്നത് സ്ത്രീ ആയതുകൊണ്ടാണെന്നും മമ്മൂട്ടിയെ പോലും വെറുതെ വിഷയത്തിലേക്ക് വലിച്ചിഴച്ചുവെന്നും ലിസ്റ്റിൻ സ്റ്റീഫന്റെ പരാമർശം. അതായത് സാന്ദ്ര തോമസിന് അറിയാമായിരുന്നല്ലോ ഇത് മത്സരിക്കാൻ പറ്റത്തില്ല എന്നുള്ളത്. റിട്ടേണിംഗ് ഓഫീസറുടെ അടുത്ത് പോയതാണ്. റിട്ടേണിംഗ് ഓഫീസർ അപ്പോൾ പറഞ്ഞതാണ് മത്സരിക്കാൻ പറ്റൂല, കാരണം ഇന്നതാന്ന് പറഞ്ഞതാണ്. പിന്നെ ഇതൊരു ഷോയാണ് കാട്ടിയത് പുള്ളിക്കാരി. പറഞ്ഞു മനസ്സിലായോ? ഇവിടെ ബാക്കിയുള്ളവരെല്ലാം പർദ്ദ ധരിച്ചിട്ടാണോ വന്നത്? അത് കഴിഞ്ഞിട്ട് വന്നിട്ട് പിന്നെ പുള്ളിക്കാരി പർദ്ദ ധരിച്ചില്ലല്ലോ. പർദ്ദ എന്താണ് വാങ്ങിക്കാൻ കിട്ടിയില്ലേ? എന്താണ് പറ്റിയത്? അല്ല, ഞാൻ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാന്ദ്ര തോമസ് എന്ന് പറയുന്ന ഒരാൾ ഇപ്പോഴും എക്സിക്യൂട്ടീവിൽ മത്സരിക്കുന്നുണ്ട്. സാന്ദ്ര തോമസിന്റെ പിതാവ് മത്സരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇവർക്ക് മത്സരിക്കാൻ പറ്റുന്നത്? ഇവർക്ക് മത്സരിക്കാൻ പറ്റും, പക്ഷേ പ്രസിഡന്റോ സെക്രട്ടറിയോ അല്ലെങ്കിൽ ട്രഷറോ അങ്ങനത്തെയുള്ള സ്ഥാനത്തേക്ക് മത്സരിക്കണമെങ്കിൽ 3 സെൻസസ് സർട്ടിഫിക്കറ്റ് വേണം. അതാണ് അവിടുത്തെ ബൈലോ. ലിസ്റ്റിനെതിരെ സാന്ദ്ര തോമസും രംഗത്തെത്തി. സാങ്കേതികതയുടെ പേരിലാണ് തന്റെ പത്രിക തള്ളിയത്. ലിസ്റ്റിൻ സ്റ്റീഫൻ കോക്കസിന്റെ ഭാഗമാണെന്നും സാന്ദ്ര തോമസ് പറഞ്ഞു. ലിസ്റ്റിൻ പറയുന്ന എല്ലാ വിവരമില്ലായ്മയ്ക്കും ഞാൻ മറുപടി പറയണമെന്നില്ലല്ലോ. പിന്നെ നിങ്ങളെല്ലാവരും ഇത്രയും പേര് വന്ന് ഇങ്ങനെ ചോദിക്കുമ്പം അതും വാർത്താ ചാനലുകളാണ്. അപ്പോൾ എനിക്കതിനൊരു ഉത്തരവാദിത്വം ഉണ്ട് അതിന് പറയുക എന്നുള്ളത്. ഇപ്പം ഞാൻ അന്ന് തന്നെ ഞാൻ പറഞ്ഞിരുന്നു, അന്ന് എൻ്റെ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ പർദ്ദ ധരിച്ചു പോയത്. പക്ഷെ അത് എല്ലാ ദിവസവും അതിട്ടുകൊണ്ട് പോകണമെന്നില്ലല്ലോ. ഞാൻ അന്ന് അസോസിയേഷനിലെ ഭാരവാഹികൾ ഇരിക്കുന്ന സ്ഥലത്ത് ഞാൻ പർദ്ദ ധരിച്ചു പോയി. ശരിയാണ്, അതെൻ്റെ പ്രതിഷേധം ഞാൻ അറിയിച്ചു. രണ്ടാമത് പോകുമ്പോൾ അവിടെ ഭരണാധികാരികളുണ്ട്, അവിടെ മീഡിയക്കാരുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പം ഞാൻ പിന്നെ ജീവിതകാലം മുഴുവൻ പർദ്ദ ധരിച്ച് നടക്കണമെന്നാണോ ലിസ്റ്റിന് ഉദ്ദേശിക്കുന്നത്? എനിക്ക് മനസ്സിലായില്ല. അപ്പം ഞാൻ എൻ്റെ പ്രതിഷേധം അറിയിച്ചതാണ്. എനിക്ക് എലിജിബിലിറ്റി ഉണ്ടായിട്ടും എന്നെ പുറത്താക്കുമെന്ന് ഭരണാധികാരി അടക്കം പറഞ്ഞപ്പോൾ അതിൻ്റെ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടും കൂടെയാണ് ഞാൻ അന്ന് പർദ്ദ ധരിച്ചു പോയത്. കൊച്ചിയിൽ നിന്ന് അമൽ സുരേന്ദ്രൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അമൽ, ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലുമായി ബന്ധപ്പെട്ട തർക്കം എന്നതിനപ്പുറത്തേക്ക് 2 വ്യക്തികൾ തമ്മിലുള്ള തർക്കം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണോ? അത് നിലവിൽ തന്നെ സാന്ദ്രയ്ക്കും ലിസ്റ്റിനും ഇടയിൽ ഈ ആരോപണ പ്രത്യാരോപണങ്ങളുണ്ട്, പരാതികളുണ്ട്, അതിൽ കേസും ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ പരസ്യമായി ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുകൂടി ഇവരുടെ ഈ വാക്പോര് വന്നിരിക്കുന്നത്. എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ അമൽ? പ്രതി നിർമ്മാതാക്കളുടെ സംഘടനയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ഈ തർക്കം മുറുകുന്നത്. പക്ഷേ ഇതിനു മുൻപേ തന്നെ ഇവർ തമ്മിൽ പലതരത്തിലുള്ള തർക്കങ്ങളും ഉണ്ടായിരുന്നു. നിർമ്മാതാക്കളുടെ സംഘടനയിൽ തന്നെയുള്ള പല പ്രശ്നങ്ങളുമായിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. ഇന്ന് ഏതായാലും ലിസ്റ്റിൻ സ്റ്റീഫന്റെ ഭാഗത്ത് നിന്ന് സാന്ദ്രയ്ക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ടുള്ള ഒരു പ്രസ്താവനകളാണ് ഉണ്ടായത്. ഇതിന്റെ ഭാഗമായിട്ട് ബൈലോയാണ് സാന്ദ്രയെ മത്സരിക്കത്തിൽ നിന്ന് തടയുന്നത്, അല്ലാതെ ഞങ്ങളാരുമല്ല എന്ന് ലിസ്റ്റിൻ പറയുകയുണ്ടായി. എന്നാൽ അതിന് മറുപടിയായി ഇപ്പോൾ സാന്ദ്ര പറയുന്നത് ബൈലോ പ്രകാരം താൻ മത്സരത്തിന് യോഗ്യയാണ്. ഇത് പ്രകാരം 3 ചിത്രങ്ങൾ തന്റെ പേരിലുണ്ട്. അതിൽ പറയുന്നത്, ലിസ്റ്റിൻ പറഞ്ഞത് ഏതെങ്കിലും ഒരു പ്രൊഡക്ഷൻ കമ്പനിയുടെ പേരിൽ ലിസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ അതിന്റെ പേരിലായിരിക്കണം ഉണ്ടാകേണ്ടതെന്നാണ്. പക്ഷേ അങ്ങനെയല്ല ബൈലോയിലുള്ളത് എന്നും ബൈലോയിലുള്ളത് ഒരു വ്യക്തിയുടെ പേരിൽ 3 ചിത്രങ്ങൾ ഉണ്ടായിരിക്കണമെന്നുമാണ്. അതോടൊപ്പം തന്നെ 3 സെൻസർ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടായിരിക്കണം. ഈ തന്റെ പേരിൽ 3 സെൻസർ സർട്ടിഫിക്കറ്റുകളുണ്ട്. ഈ സെൻസർ സർട്ടിഫിക്കറ്റുകളെല്ലാം മാധ്യമങ്ങൾക്ക് മുൻപായി ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് സാന്ദ്ര ഇന്ന് മറുപടി പറഞ്ഞത്. ലിസ്റ്റിനെ വ്യക്തിപരമായി തന്നെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ലിസ്റ്റിന്റെ ഭാഗത്ത് സാന്ദ്രയും വ്യക്തിപരമായി ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും സാമൂഹ്യ മാധ്യമങ്ങളിൽ അടക്കം ഈ ഒരു വിഷയം വലിയ രീതിയിൽ ചർച്ചയാവുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് മമ്മൂട്ടിയെക്കുറിച്ച് സാന്ദ്ര നടത്തിയ ഒരു പരാമർശം. ആ ഒരു പരാമർശം പിന്നീട് സാമൂഹ്യ മാധ്യമങ്ങളിൽ സാന്ദ്രയ്ക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു സൈബർ ആക്രമണത്തിലേക്ക് തന്നെ പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ഏതായാലും ആ ഒരു വിഷയത്തിലും സാന്ദ്ര ഇന്ന് മറുപടി പറയുകയുണ്ടായി. മമ്മൂട്ടി ആൻഡ്രോ ജോസഫിന് വേണ്ടി ആരോ പറഞ്ഞത് പ്രകാരമാണ് തന്നോട് സംസാരിച്ചതെന്നും ഈ ഒരു ഒത്തുതീർപ്പിന് വേണ്ടി സംസാരിച്ചതെന്നും, എന്നാൽ തനിക്കത് സാധിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ തന്റെ സ്ത്രീത്വത്തെ തന്നെ അപമാനിക്കുന്ന തരത്തിലുള്ള ഒരു പെരുമാറ്റങ്ങൾ ഈ ഒരു സംഘടനയുടെ ഭാഗത്തുനിന്ന് പല വ്യക്തികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്ന് അറിയിച്ചപ്പോൾ മമ്മൂട്ടിക്ക് അത് മനസ്സിലാവുകയും എങ്കിൽ പിന്നീട് സാന്ദ്രയുടെ ഇഷ്ടപ്രകാരം ചെയ്യുമെന്ന്. യെസ്, അമൽ സുരേന്ദ്രനാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.